കാളയ്ക്ക് വേണ്ടി 24 വയസ്സുകാരനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണിത്. വടകരപ്പതി ലാലക്കാട് സ്വദേശി നെൽസൺ. സംഭവത്തിന്റെ തുടക്കം ശനിയാഴ്ചയാണ്. നെൽസൺ കാളവണ്ടി ഓട്ടം പരിശീലിപ്പിക്കുകയായിരുന്നു. ഇതിനിടയിൽ അയൽവാസിയും സുഹൃത്തുമായ മുഹമ്മദ് ഷഫീഖിന്റെ ഉടമസ്ഥയിലുള്ള കാളവണ്ടി നെൽസന്റെ കാളവണ്ടിയെ ഓവർടേക്ക് ചെയ്തു. പിന്നാലെ ബൈക്കിലെത്തിയ ഷഫീഖും ബന്ധുവും നെൽസന്റെ കാളയെ പ്രകോപിപ്പിക്കുന്നതിനായി ബൈക്ക് റേസ് ചെയ്യുകയും ഹോൺ അടിക്കുകയും ചെയ്തു. കാള വിരണ്ടതുകൊണ്ട് നെൽസൺ കയ്യിലുണ്ടായിരുന്ന ചാട്ട ഉപയോഗിച്ച ഷഫീഖിനെ തല്ലുന്നത് പോലെ കാണിച്ചു. സംഭവം അവിടെ കഴിഞ്ഞു. എന്നാൽ വീട്ടിലെത്തിയ ഷഫീഖും ബന്ധുവും ചാട്ട കൊണ്ട് ആംഗ്യം കാണിച്ചത് ചോദിക്കാൻ വേണ്ടി നെൽസന്റെ വീടിന് മുന്നിലെത്തി. ഒന്നും രണ്ടും പറഞ്ഞ് തർക്കമായി. ഒടുവിൽ നെൽസൺ അരയിൽ സൂക്ഷിച്ചിരുന്ന കത്തിയെടുത്ത ഷഫീഖിനെയും ബന്ധുവിനെയും കുത്തി. സംഭവ സമയത്ത് നെൽസൺ മാത്രമല്ല മറ്റു ചിലരും ഉണ്ടായിരുന്നു. ഗുരുതരമായി കുത്തുകൊണ്ട് ഇരുവരും റോഡിൽ വീണു. അപകടമാണെന്ന് മനസ്സിലാക്കിയ നെൽസണും സംഘവും സംഭവ സ്ഥലത്ത് നിന്ന് മുങ്ങി. ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് കുത്തുകൊണ്ടവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഷഫീഖിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ നെൽസണെ കൊഴിഞ്ഞാമ്പാറ പോലീസ് പിടികൂടുകയായിരുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് കൊഴിഞ്ഞാമ്പാറ പോലീസ് പരിശോധിക്കും. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലത്താണ് ക്രൂരമായ ഒരു കൊലപാതകം നടന്നത്. കാളയോട്ടവും കോഴിപ്പോരും പതിവാണ് ഇവിടെ നടക്കുന്ന പന്തയങ്ങളിൽ ലക്ഷങ്ങളാണ് മറിയുന്നത്. പലർക്കും കാളയും കോഴിയും അഭിമാനമാണ്. ഇതിന് പിന്നിൽ നടക്കുന്ന പന്തയങ്ങൾ പലപ്പോഴും മനുഷ്യജീവൻ എടുക്കുന്നതാണ്. അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ഷഫീഖിന്റെ ജീവൻ.